ശരി ശരി ഒരു 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 മറ്റൊന്ന്, ഇപ്പം ഇത്തവണ ഒരു സ്ക്വാഡിനെ നിശ്ചയിക്കുന്ന സമയത്ത് അസാധാരണമായ ചില സംഗതികൾ ഉണ്ടാകുന്നതിന് സൂചന CPM-നകത്ത് നിന്ന് കേൾക്കുന്നു. കാരണം 2 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ള വ്യവസ്ഥ ആ തവണത്തെ വ്യവസ്ഥ മാത്രമായിരുന്നാണ് MV ഗോവിന്ദൻ ഇതേ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഇളവുകൾ എന്ന് പറയുന്നത് പുതുതായി പ്രഖ്യാപിക്കപ്പെടുമോ? 1. 2, സിറ്റിംഗ് MLA-മാരെ എല്ലാവരെയും മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നില്ല എന്ന ധാരണയിലെത്തിയതായി വാർത്തകൾ കാണുന്നു. അപ്പോൾ ഒരു പൊതുമാനദണ്ഡം എന്ന് പറയുന്ന സംഗതി ഇത്തവണയും ഉണ്ടാവുമോ? കഴിഞ്ഞ തവണത്തേതുപോലെ CPM-ൽ ഉണ്ടാവാൻ ഇടയുണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കും പാർട്ടി കടന്നിട്ടില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് 2 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് പൂർണ്ണമായി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്ന് പറയുമോ താങ്കൾ? എനിക്കറിയില്ല, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പാർട്ടി ചർച്ച ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയാത്ത കാര്യത്തെ പറ്റി എങ്ങനെ പറയും? ഓക്കെ, അതായത് എന്താണ് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും മാറി നിൽക്കുന്നു എന്ന വിമർശനം, അല്ലെങ്കിൽ അവരെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന വിമർശനം, അവർക്ക് ആളുകൾക്കിടയിലുള്ള പോപ്പുലാരിറ്റിയെ മൊത്തത്തിൽ എൻകാഷ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം ഒരുപക്ഷെ ലെഫ്റ്റ് സർക്കിളിനകത്തു നിന്ന് പോലും ഉണ്ടല്ലോ. അപ്പോൾ അത്തരം വിമർശനങ്ങളെല്ലാം മറികടക്കുന്ന തീരുമാനം ഉണ്ടാവണമെന്ന പൊതുവികാരം ലെഫ്റ്റിനകത്തുണ്ടോ മിനിസ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയം, ആരെല്ലാം മത്സരിക്കണം, ആരെല്ലാം മാറി നിൽക്കണം, അത്തരം ഒരു ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയമല്ല, അത് അതിൻ്റെ സമയത്ത് തീരുമാനിക്കുന്ന കാര്യം. അതിൻ്റെ മുമ്പുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇതിൽ അവസാനത്തെ ചോദ്യം, അതായത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് മുമ്പിലേക്ക് വെക്കുക, വ്യക്തികൾക്ക് അതിൽ പ്രാധാന്യമില്ല. ഇപ്പോൾ പിണറായി വിജയനെ പോലുള്ള വളരെ ടവറിംഗ് ഫിഗേഴ്സിനൊക്കെ ഒരു പക്ഷേ അതിൽ ഇളവ് കിട്ടിയേക്കാം. അതിനപ്പുറം വ്യക്തികൾക്ക് ഇളവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ വ്യക്തികളെ സവിശേഷമായി പരിഗണിച്ചു കൊണ്ടുവന്ന് സ്ക്വാഡിൻ്റെ മുന്നിൽ നിർത്തി ഇവർ ഞങ്ങളുടെ മുഖങ്ങൾ എന്നൊന്നും പറയേണ്ട ഒരു അടിയന്തര ആവശ്യം LDF-ന് മുമ്പിലില്ല. സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡും പ്രോഗ്രസ് റിപ്പോർട്ടും മാത്രം മതി ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ. വ്യക്തികൾക്ക് പതിവിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല എന്ന കോൺഫിഡൻസ് ഇപ്പോഴും പങ്കുവെക്കുകയാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ആ ഘട്ടത്തിൽ പാർട്ടി ചർച്ച ചെയ്യുന്ന, ഞങ്ങൾ സാധാരണ 2-3 ദിവസം കൊണ്ട് തീരുമാനമെടുക്കുന്ന കാര്യമാണ് സ്ഥാനാർത്ഥികളുടെ. അറിയാമല്ലോ, അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് തർക്കമോ പ്രശ്നമോ ഒന്നും ഉണ്ടാവാറില്ല. വളരെ പെട്ടെന്ന് തന്നെ, എന്നാൽ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അപ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനാവൂ. എത്ര തവണ ചോദിച്ചാലും പാർട്ടി ചർച്ചയെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ ഞാനെന്ത് പറയാൻ കഴിയില്ല. ശരി, അവസാനം ഞാൻ ചോദിക്കുന്നത്,